ഡേ 3. ഇന്നാണ് നമ്മൾ മിഷൻ പ്രവർത്തനത്തിന് പോണേ. അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞു. ഇവിടെയാണ് നമ്മൾ താമസിച്ച സ്ഥലം, ബസ് സെൻറ്റർ. അതിന് ബാക്കിൽ കാണുന്ന ഇതാണ് ഗ്രൗണ്ട്. പിന്നെ ഇവിടെ മലകളൊക്കെ ഉണ്ട്. ഇവിടെ നല്ലൊരു ക്ലൈമറ്റാണ്, നല്ല കാറ്റും നല്ല വൈബായിട്ടുള്ള സ്ഥലമാണ്. ഇന്ന് നമ്മൾ മിഷൻ പ്രവർത്തനത്തിന് പോകുമ്പോൾ ഇന്ന് വേറെ വില്ലേജിലായിരിക്കും, പിന്നെ നാളെ നമ്മൾ പോകുമ്പോൾ വേറൊരു വില്ലേജിലായിരിക്കും. അങ്ങനെയാണ് നമ്മൾ പോണേ. അപ്പോൾ നമുക്ക് നേരെ പോകാം. നമ്മൾ ഗ്രൗണ്ടിലൂടെ നടക്കായിരുന്നു. അപ്പോൾ നമ്മൾ അച്ഛനെ കണ്ടു. അച്ഛൻ്റെ കൂടെ നമ്മൾ നടക്കാണ്. എല്ലാവരോടും 9 മണിക്ക് മാതാവിൻ്റെ ഗ്രോട്ടയുടെ മുമ്പിൽ എത്തിച്ചേരണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ വന്നപ്പോൾ ജെയ്സൺ അച്ഛൻ നേരത്തെ തന്നെ അവിടെ ഇരിക്കണത് നമ്മൾ കണ്ടു. അപ്പോൾ ആളുടെ കൂടെ നമ്മൾ സംസാരിച്ചു. ഞങ്ങൾ ആദ്യം തന്നെ ഞങ്ങൾ പഠിച്ച ഒരു തെലുങ്ക് പാട്ടാണ് പാടിയത്. പിന്നീട് മാതാവിൻ്റെ മലയാളത്തിലുള്ള ഒരു പാട്ട് പാടി ഞങ്ങൾ മിഷൻ പ്രവർത്തനത്തിന് ഇറങ്ങി. ആദ്യം തന്നെ നമ്മൾ പള്ളികളിലേക്കാണ് പോകുന്നത്. അതിന് കാരണം വില്ലേജിലത്തെ ആൾക്കാരൊക്കെ ജോലി എടുക്കാൻ പോയിക്കായിരിക്കും. അവർ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ 5 മണി 6 മണിയാവും. അതുകൊണ്ട് അത്ര നേരം നമ്മൾ പള്ളികൾ സന്ദർശിക്കാനാണ് പോകുന്നത്. എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്. എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്. ആരാധന 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 ആരാധന. ഞങ്ങളെ പള്ളിയിൽ നിന്ന് ഇറങ്ങി ആടുവകയിലെ ഒരു ക്രിസ്ത്യാനിയുടെ വീട്ടിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അവർ ഞങ്ങളെ കാത്ത് ഒരുങ്ങി നിൽക്കുകയായിരുന്നു. അവര് പൂവൊക്കെ തന്നിട്ടാണ് നമ്മളെ സ്വീകരിച്ചത്. എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്. എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിറങ്ങി. തുല്യം ചൊല്ലാൻ ആരുമില്ലേ. അതിനുശേഷം നമ്മൾ വേറൊരു പള്ളിയിലേക്ക് പോയി. ആ പള്ളിയിൽ നോക്കുകയാണെങ്കിൽ റൂഫ് ഷീറ്റ് മേഞ്ഞതാണ്. പിന്നെ തറ സിമെൻ്റ് കൊണ്ട് തേച്ച തറയാണ്. പിന്നെ കൂടുതൽ ചോദിച്ചറിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഈ ഇടവകയിൽ 10 വീട്ടുകാരുള്ളൂ. അപ്പോൾ കുർബാനൊക്കെ ഞായറാഴ്ചയാണ് നടക്കണേ.
ആ ഞായറാഴ്ച ഈ 10 കുടുംബക്കാർ വരും. ഈ പള്ളിയിൽ സങ്കീർത്തി അങ്ങനൊന്നുമില്ല. അച്ഛൻ അവിടെയാണ് താമസിക്കണേ. അച്ഛൻ ഒരു വയസ്സായ ഒരു അച്ഛനാണ്. അച്ഛൻ്റെ ബെഡ്റൂമൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. അച്ഛൻ ഒറ്റയ്ക്ക് തന്നെയാണ് അച്ഛന് വേണ്ടിയുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കണേ. പിന്നെ അച്ഛൻ വർഷങ്ങളായിട്ട് ഒറ്റയ്ക്ക് തന്നെയാണ് താമസിക്കണേ. അതിനുശേഷം ഞങ്ങൾ നല്ല ഡെവലപ്പായിട്ടുള്ള ഒരു പള്ളിക്കാണ് പോയത്. പള്ളി ചെറുതാണെങ്കിലും അവിടെ വീട്ടുകാർ കൂടുതലായ കാരണം പള്ളി നല്ലതായിരുന്നു. നിന്നെ പോലെ ഈ പള്ളിയുടെ പിന്നിലാണ് മഠം. അതുകൊണ്ട് അവിടുത്തെ സിസ്റ്റേഴ്സ് നമുക്ക് ഉച്ചഭക്ഷണം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലേക്ക് 2.5 മണിക്കൂറിൻ്റെ വലിയൊരു യാത്രയായിരുന്നു. അവിടുത്തെ 2 മക്കളും സിസ്റ്റേഴ്സായിരുന്നു. ഇവർ ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ നൽകി നല്ല സ്നേഹത്തോടെയാണ് സ്വീകരിച്ചത്. നിന്നിൽ ഞാൻ ചേർന്നിടുന്നു. നമ്മളിപ്പോൾ കുർബാനയ്ക്ക് പോവുകയാണ്. നമ്മൾ ഇപ്പോൾ ഉള്ള ഈ ഇടവകയിൽ ഒരു പള്ളിയൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് ഒരു വീട്ടിലാണ് നമ്മൾ കുർബാന ചെല്ലുന്നത്. കുറേ നടക്കേണ്ടി വന്നു. ഈ വഴിയുടെ അറ്റത്തായിരുന്നു ഈ വീട്. ഈ വീട്ടിൽ ഷീറ്റൊക്കെ മേഞ്ഞുണ്ട്. കുർബാനയ്ക്ക് വേണ്ടി ഇവർ പന്തലൊക്കെ കിട്ടി കുർബാനയുടെ സജ്ജീകരണമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സാധാരണ ഇവിടെ ഞായറാഴ്ച മാത്രമാണ് കുർബാന നടക്കാറ്. നമുക്ക് വേണ്ടി അവർ കുർബാന ചെല്ലിച്ചു. അവിടെ അങ്ങനൊന്നും സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളും പിന്നെ അവിടേക്ക് കുർബാനയ്ക്ക് വരാറുള്ള ആൾക്കാരും അവിടെ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. അവിടെ നല്ല മഴ പെയ്യുണ്ടായിരുന്നു. അപ്പോൾ കുർബാനയുടെ സമയത്ത് ബലിപീഠത്തിലേക്ക് മഴത്തുള്ളികളൊക്കെ ഇങ്ങനെ ഒറ്റി വീഴുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിത് കേട്ടിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ഞങ്ങൾക്ക് അത് അനുഭവിക്കാൻ പറ്റി. അവിടുത്തെ അച്ഛന്മാരും സിസ്റ്റേഴ്സും നല്ല എഡ്യൂക്കേഷൻ അവർക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് തരുന്നത് അവിടുത്തെ ഒരു ഇംഗ്ലീഷ് ടീച്ചറാണ്. ആ ടീച്ചർ ഞങ്ങളോട് ഇംഗ്ലീഷിൽ സോറിയൊക്കെ പറയായിരുന്നു. അവർക്ക് നന്നായി ഞങ്ങളെ സൽക്കരിക്കാൻ പറ്റാത്തതുകൊണ്ടും അവരിൽ ഞങ്ങൾക്ക് തരാൻ ഒന്നുമില്ലാത്തത് കൊണ്ടും. ഇതിലൂടെ നമ്മളെപ്പോലുള്ള സന്ദർശകരോട് ഇവർ കാണിക്കുന്ന സ്നേഹവും താല്പര്യവും നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നീട് അവർ നമുക്ക് ഭക്ഷണമൊക്കെ തന്നു. അതുകഴിഞ്ഞിട്ട് ഞങ്ങൾ പഠിച്ച ഒരു തെലുങ്ക് ഗാനം ഞങ്ങളവിടെ പാടിക്കൊണ്ട് ഞങ്ങളുടെ മിഷൻ ഡേ 3 അവസാനിപ്പിച്ചു.